ഈ കൊലപാതകങ്ങളിൽ പലതും സംശയരോഗം കൊണ്ടും കൂടെയാണ്. ഡയറി മാത്രമല്ല, ഡൗറി, ആൽക്കഹോളിസം, പിന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, പിന്നെ സംശയരോഗം, മുഴുത്ത സംശയരോഗം. ഈ സംശയരോഗം വന്നാൽ അവന് കൊല്ലാനൊന്നും ഒരു മടിയില്ല. ഇനി ഇവന് ഫിസിക്കലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സെക്ഷലി കുഴപ്പമുണ്ടോ, ഇവൻ എന്തെങ്കിലും അഗ്രസീവ് ആണോ, വയലൻ്റ് ആണോ, പമ്മി ഇരുന്നുകൊണ്ട് ഉപദ്രവിക്കുമോ, സംശയരോഗമുണ്ടോ, ഇതെന്തി എന്തിന് 80 വയസ്സായിട്ട് ഡൈവോഴ്സ് ചെയ്യാൻ വരുന്നവരുണ്ട്. 80 വയസ്സായിട്ട് എനിക്ക് അവളെ ഒഴിയണം. ഞാൻ ചോദിച്ചാൽ എന്തോന്നിനിപ്പോൾ ഒഴിയുന്നത്, ഇനി എത്ര നാളാണ് നമ്മുടെ ജീവിതം, അങ്ങ് പോയാൽ പോരെ. പറ്റത്തില്ല, മാഡത്തിന് പറ്റൂലേ, പറ, ഞാൻ പോണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തോന്ന്, കാലത്തെ എൻ്റെ ഞാൻ അവിച്ചു കൊടുത്ത പുട്ടും തിന്നേച്ചാണ് ദാ ഇവിടെ വരുന്നത്. എനിക്ക് വണ്ടി കൂലിയും തന്നു സാറേ വരാൻ. കോംപ്രമൈസിന് വിളിച്ചു വരുത്തിയപ്പോഴാണ് എനിക്ക് വണ്ടി കൂലിയും തന്നു. അങ്ങേര് തന്ന വണ്ടി കൂലിയായിട്ടാണ് ഞാൻ വന്നത്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സ്ത്രീധന പീഡന മരണങ്ങളുടെ പരമ്പര തുടരുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സമൂഹത്തിലെ പ്രഗത്ഭരായ ആളുകൾ ദൗ ന്യൂസിനോട് സംസാരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകയും കേരളത്തിലെ നിരവധി ഫാമിലി കോർട്ടുകൾ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് ശ്രീമതി കെ കുസുമാണ്. ഞാൻ മാഡത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം മാഡം. നമസ്കാരം. കേരളത്തിൽ ഈ വർദ്ധിച്ചു വരുന്ന സ്ത്രീധന പീഡന മരണങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞ മാഡത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. ഒരു പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷക എന്നുള്ള നിലയിൽ എന്താണ് ഇതേക്കുറിച്ച് മാഡത്തിന് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്? ഞാനിത് എല്ലാ ദിവസവും കാണുന്ന കാര്യമാണ്. ഞാൻ കഴിഞ്ഞ, അതായത് 94 ഫാമിലി കോടതി ആദ്യമായിട്ടുണ്ടാകുമ്പോൾ, കേരളത്തിൽ നിലവിൽ വരുമ്പോൾ ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യാൻ അവസ്ഥ വന്ന ഒരാളാണ്. പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് വേണ്ടി വന്നു. അതിനുശേഷം അവിടെ നിന്ന് വിട്ടുമാറാൻ പറ്റാതെ ഞാനതിൽ പെട്ടുപോയ ഒരാളാണ്. പെട്ടുപോയി എന്ന് പറയുന്നതാണ്, അല്ല എൻ്റെ ഇഷ്ടത്തോടെ അല്ല, പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി. അതായിരുന്നു എൻ്റെ നിയോഗം എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ ഇപ്പം എത്ര വർഷമായി, അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ വളരെ ഏറെ സംഭവങ്ങളെ ദൃക്സാക്ഷിയാവുകയും അതിനെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല, എത്രയോ വർഷങ്ങളായി സ്ഥിരമായി നടന്നു വരികയും പുറം ലോകം അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ മീഡിയ ആണ് അതിൻ്റെ ഉത്തരവാദികൾ. അതിനെ വളരെ വലുതാക്കി അത് സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു. അതിനെന്തായാലും എൻ്റെ ഒരു പ്രത്യേക നന്ദി നിങ്ങൾക്ക് ഏവർക്കും ഉണ്ട്. മനസ്സിലായില്ലേ കാര്യം? ഇത് ഈ നാടിൻ്റെ ശാപമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മൾ പ്രസവിക്കുന്ന കുഞ്ഞ് അതൊരു വ്യക്തിയാണ്, അല്ലാതെ അതൊരു പെണ്ണ്, അത് ഒരു ആണ്, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. മറിച്ച് അതൊരു വ്യക്തിയാണ്, നമ്മളെപ്പോലെ ഒരു ഇൻഡിവിജ്വൽ. അതിന് ഈ നല്ല ഒരു പൗരനായി അല്ലെങ്കിൽ ഒരു പൗരയായി വളർത്തി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കുമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വേണം ആ കുട്ടി വളർന്നു വരാൻ. നമ്മുടെ വളർത്തു ദോഷം ഒരുപാട് ഇന്നത്തെ തലമുറയിലുണ്ട്. നമ്മൾ കുട്ടികൾക്ക് വളരെ കുട്ടിയിലെ തന്നെ ഫോൺ കൊടുക്കും, കുട്ടികൾ ആവശ്യപ്പെടുന്ന എന്തും കൊടുക്കും. കുട്ടികൾ പറയുന്നതനുസരിച്ച് വീട്ടിലെ ബോസ് ആരാണെന്ന് ചോദിച്ചാൽ കുട്ടിയാണ്, അച്ഛനും അമ്മയും അല്ല. അപ്പോൾ ഈ കുട്ടി ആണായാലും ആൺകുട്ടിയാണെങ്കിൽ അവനെ ഒരു കാര്യത്തിന് അങ്ങോട്ട് അച്ഛനും അമ്മയും പറയത്തില്ല. നിനക്ക് പെണ്ണിനെ കിട്ടും, നിനക്ക് ഡൗറി കിട്ടും, നീ കൊണ്ടുവരും, ഇതൊക്കെയാണ് കുട്ടി കേൾക്കുന്നത്. പിന്നെ അച്ഛനമ്മയെ ഉപദ്രവിക്കുന്നു, അമ്മ സഹിക്കുന്നു. സ്ത്രീയായ പെൺകുട്ടിയോട് പറയും, നീ സഹിക്കണം, നീ സഹിച്ച് വളരണം, നീ പെണ്ണാണ്, നീ ഉറക്കം സംസാരിക്കരുത്, നീ ഇന്ന പോലെ പെരുമാറണം. സോ ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് രണ്ട് പേർക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കും, ആണിനും പെണ്ണിനും. അപ്പോൾ രണ്ടുപേരും രണ്ട് തരത്തിലാണ് വളർത്തപ്പെടുന്നത്. കുറേ കഴിയുമ്പോൾ സ്വന്തമായി ചിന്തിക്കാൻ കുട്ടികൾക്ക് തീരുമാനിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിന് കഴിയും. അങ്ങനെ വരുമ്പോഴത്തേക്കും പെൺകുട്ടികളിൽ റിബലിസം ഉണ്ടാവും, ആൺകുട്ടികളിലും ഉണ്ടാവും. ഒരു കൺട്രോളും അവർ സഹിക്കത്തില്ല. പിന്നെ നമ്മൾ അവർക്ക് ഇഷ്ടം പോലെ പണം കൊടുക്കും, സൗകര്യങ്ങൾ കൊടുക്കും. ഇപ്പോൾ കുട്ടികൾ, ആൺകുട്ടികളിൽ പലരും എന്തായി മാറും, അഡിക്റ്റായി മാറും. ഇപ്പോൾ പെൺകുട്ടികളും അഡിക്റ്റായി മാറുന്നുണ്ട്. അപ്പോൾ അവർ ഒന്നീ ഫോൺ അഡിക്റ്റായിരിക്കും, അല്ലെങ്കിൽ ഫോൺ അഡിക്റ്റായിരിക്കും. രണ്ട് അഡിക്ഷനും ഉണ്ട്, ഫോൺ അഡിക്ഷൻ ആൻഡ് ഫോൺ അഡിക്ഷൻ. ദെൻ രണ്ടാമത്തേത് മദ്യം. നിങ്ങൾ ഏത് മീഡിയയ്ക്ക് അതിൽ വലിയ പങ്കുണ്ട്. ഏത് സിനിമ എടുത്താലും നന്നായി മദ്യപിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യുന്നത് വളരെ വിശദമായി മണിക്കൂറുകളോളം കാണിക്കാത്ത ഏത് സിനിമയുണ്ട്?
അപ്പോൾ അതിൽ തന്നെ ടോർച്ചറിങ് നിങ്ങൾ കാണിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ടോർച്ചറിങ് കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം കൊടുക്കുന്ന സന്ദേശം എന്താണ്? നിങ്ങൾ സീരിയൽസ് എടുക്കൂ, അതിലെന്താണ്? ഒരമ്മായിയമ്മയെ മരുമോൾ ടോർച്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ മരുമോളെ അമ്മായിയമ്മ ടോർച്ചർ ചെയ്യുന്നു, അതല്ലെങ്കിൽ വേറൊരാളിനെ മറ്റേയാൾ ടോർച്ചർ ചെയ്യുന്നു. ഫീമെയിൽസ് ആണെങ്കിലും മെയിൽസ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ടോർച്ചർ ചെയ്യുന്ന, അല്ലെങ്കിൽ പീഡിപ്പിക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നോർമൽ ബിഹേവിയർ ഇല്ലാത്ത ഒരു സീരീസ് തന്നെ നമുക്കുണ്ട്. ഇതാണ് വീടുകളിലേക്ക് ഇതാണ് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പാഠം. ഇത് കണ്ടിട്ട് ഇവരെല്ലാവരും അപ്പോൾ അവരെന്ത് വിചാരിക്കണം? അവർ കൺഫ്യൂസ്ഡ് ആണ്. അവരെന്താ വിചാരിക്കേണ്ടത്? അവരിതൊക്കെ ചെയ്യും. നമുക്ക് സ്ത്രീധനം അവകാശമാണ്. ഏതൊരു അച്ഛനും അമ്മയും മോന് പെണ്ണ് നോക്കുമ്പം എന്ത് കിട്ടും ഇത് മനസ്സിലുണ്ടാവും, പറയത്തില്ല. കുറച്ച് കഴിഞ്ഞ് എൻഗേജ്മെൻറ്റ് കഴിയുമ്പോൾ പതുക്കെ വേറെ വല്ലതും പറയും. എന്നിട്ട് പിന്നെ കല്യാണം വളരെ ആർഭാടമായിട്ടൊരു മാമാങ്കമായിട്ട് നടത്തും. അവരിന്ന് വരെ സമ്പാദിച്ച മുഴുവനും ആ പെണ്ണിൻ്റെ വീട്ടുകാർ ചിലവ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് 1 മാസം അല്ലെങ്കിൽ 2.5 മാസം ആകുമ്പോൾ ഇതെല്ലാം തീരും. അല്ല, നമുക്കിതെല്ലാം തടയാനല്ലേ ഒരു സ്ത്രീധന നിരോധന നിയമം? ഇതെല്ലാം നിയമം ഉണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ എത്ര ഇഫക്റ്റീവാണ്? ഇങ്ങനെയൊന്നും ആണോ? ഇങ്ങനെയല്ല ആ നിയമത്തെ നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ. അല്ല, അതെന്തുകൊണ്ടാണ് ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ എനിക്ക് താങ്കളിൽ നിന്ന് അറിയാൻ താല്പര്യമുള്ളതാണ്. ഞാൻ പറയട്ടെ, ഇവിടെ എന്തിനാണ് നിയമമില്ലാത്തത്? എല്ലാത്തിനും നിയമമുണ്ട്, എല്ലാത്തിനും നിയമമുണ്ട്. നിയമമില്ലാത്തതായി ഒരു കാര്യവുമില്ല. നിയമം നടപ്പിലാക്കുന്നത് എങ്ങനെ നടപ്പിലാക്കും? വളരെ സ്ലോയിൽ. നിങ്ങളിപ്പോൾ ഈ വീട്ടിലിരിക്കുകയാണ്, നിങ്ങളൊരു അൺഓതറൈസ്ഡ് ഓക്കുപ്പൻ്റാണ്. എനിക്ക് നിങ്ങളെ ഒഴിപ്പിക്കണം ബൈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ. എങ്ങനെ? എത്ര കാലമെടുക്കും? 20 കൊല്ലം 25 കൊല്ലം വിധി വാങ്ങി അപ്പീൽ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത അപ്പീൽ കഴിഞ്ഞ് റിമാൻഡ് കഴിഞ്ഞ് ഹൈക്കോടതി പോയി തിരിച്ച് വന്ന് എക്സിക്യൂഷൻ നടത്തി നിങ്ങളെ ഒഴിപ്പിച്ച് എടുക്കുമ്പം എൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കും. ചിലപ്പോൾ എൻ്റെ പിള്ളേരോ അല്ലെങ്കിൽ അവരുടെ കുട്ടികളോ ഒക്കെ വരും. അപ്പോഴേ നിങ്ങളുടെ തലമുറയായിരിക്കും. സ്ത്രീധന നിരോധനം പോലെയുള്ള അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്ത്രീധന നിയമമാണെങ്കിലും നിരോധന നിയമമാണെങ്കിലും നിരോധനമൊക്കെ ഉണ്ട്. കുറച്ച് FIR ഒക്കെ ഇടും. കുറേ കഴിയുമ്പോൾ സെറ്റിലായി കുറേ പേര് പോകും. ചിലതിൽ വളരെ റയറായിട്ടുള്ള എത്ര കേസിൽ കൺവിക്ഷൻ ഉണ്ട്? 498A എന്ന് പറയുന്ന വകുപ്പിൽ എത്ര കേസിൽ ശിക്ഷ കൊടുത്തിട്ടുണ്ട്? ശിക്ഷിച്ച കേസുകൾ ഡൊമസ്റ്റിക് വയലൻസ് അല്ല, ഇന്ത്യൻ പേനൽ കോഡിലെ 498A എന്ന് പറഞ്ഞാൽ ഡൗറി വാങ്ങിയാൽ അയാളെ ശിക്ഷിക്കാനുള്ള വകുപ്പാണ്. ഈ വാങ്ങുന്നതല്ല, ക്രൂരമായിട്ട് വിവാഹശേഷം ഒരു സ്ത്രീയോട് സ്ത്രീധനത്തിൻ്റെ പേരിൽ അവരെ ഉപദ്രവിക്കുകയോ അവരെ പീഡിപ്പിക്കുകയോ അവരെ മാനസികമോ ശാരീരികമോ ആയി അവരെ തകർക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 498 അനുസരിച്ച് നമുക്ക് കേസ് കൊടുക്കാം. കേസ് കൊടുത്ത് കോടതി വന്ന് വാദിയായി പ്രതിയായി അതിൻ്റെ എത്രയെങ്കിലും വിചാരണകൾ കഴിഞ്ഞ് വന്ന് അതിൻ്റെ ട്രയൽ ഫുള്ള് ചെയ്ത് നമ്മളൊരു കേസിൽ കൺവിക്ഷൻ വാങ്ങിയ എത്ര കേസുണ്ട്? ഞാൻ ചെയ്തിട്ടുള്ള കേസുകളിൽ 95% സെറ്റിലായിപ്പോയി. ആർക്കും ശിക്ഷ കിട്ടിയിട്ടില്ല. ഒരേ ഒരു കേസ് മാത്രമാണ് ശിക്ഷിച്ചിട്ടുള്ളത്. അതെ, പിന്നെ ഞങ്ങൾ അതങ്ങ് വിഡ്രോ ചെയ്യും. നമ്മളത് വിഡ്രോ ചെയ്യും. വിഡ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവസാനം കിട്ടാനുള്ളതൊക്കെ എങ്ങനെയെങ്കിലും പകുതിയോ മുക്കാലൊക്കെ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും വല്ലതും കൂടെ കിട്ടി, അതങ്ങ് സെറ്റിലായി പോകും. അങ്ങനെ സെറ്റിലാക്കിയിട്ട് കുട്ടിയെ അടുത്ത ആളിന് കല്യാണം കഴിച്ചു കൊടുക്കും. അല്ല, അത് ആ സെറ്റിൽമെന്റ് ഡൈവോഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ഒരു കൊലപാതകത്തില് അതില് മിക്കവാറും കേസുകളിൽ കൺവിക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒരുപാട് സമയമെടുക്കും. ഡിലൈഡ് ജസ്റ്റിസ് ഇസ് നോട്ട് ഡിനൈഡ് ജസ്റ്റിസ് അല്ലേ? ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റിസ്. അപ്പോൾ ഇങ്ങനെ ഡിനൈഡ് ജസ്റ്റിസിന് ഒരവസ്ഥ നമ്മുടെ ഈ വ്യവസ്ഥിതിയിൽ തന്നെയുണ്ട്. ഇപ്പോൾ അത് മാറ്റാനായിട്ട് എന്താണ് മാഡത്തിനൊരു അഭിപ്രായം? ഞാൻ പറയട്ടെ, ഈ വിചാരണയൊക്കെ വേണോ? ഒന്നും വേണ്ട. ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവൾക്കത് പറയാനുള്ള ധൈര്യം വേണം. മിക്കവാറും ധൈര്യം ഉണ്ടാവില്ല. എന്താ കാര്യം? ഒരു കുട്ടി കാണും, അല്ലെ 2 കുട്ടി കാണും, പിന്നെ സാമ്പത്തികം കാണത്തില്ല. അപ്പോൾ ഇയാളെ ആശ്രയിച്ചായിരിക്കും നടക്കുന്നത്. ഈ സകലത് കൊണ്ടുപോയി വിറ്റ് ഇറക്കി എല്ലാം നശിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ച് ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും സ്വീകരിക്കത്തില്ല. സ്വന്തമായി പോയി ജീവിക്കാൻ പറ്റില്ല. ഇനി അഥവാ പോയി സ്വന്തമായി ഒരു പെണ്ണ് ഒരു വീട് വാടകയ്ക്ക് വെച്ച് ആരെങ്കിലും കൊടുക്കുമോ? കൊടുക്കത്തില്ല. എന്താ കാര്യം? അവിടെ അവിഹിതം നടക്കുമെന്ന് എല്ലാവർക്കും പേടിയാണ്. എന്തുകൊണ്ട്? ആരെയാണ് ഭയപ്പെടുന്നത്? നമുക്ക് ചുറ്റുമുള്ള നമ്മളെ പോലെയുള്ളവരെ തന്നെയാണ് ഭയപ്പെടുന്നത്, അല്ലേ? മറ്റ് പുരുഷന്മാർ അവിടേക്ക് വരും എന്നുള്ള ഭയം ഓരോ വീട്ടുടമസ്ഥനും ഓരോ ലാൻഡ് ലോഡിനും ഉള്ളിലുള്ളത് കൊണ്ട് കൊടുക്കത്തില്ല. അപ്പോൾ ഇവൾ പിന്നെ എവിടെ പോകണം? ആര് നോക്കും? ഇവൾ ഈ അടിയും തൊഴിയും കൊണ്ട് ഇവിടെ കിടക്കും.
അല്ല, ഇപ്പോൾ ഈ ഡൈവോഴ്സ് കേസുകളുടെ കാര്യം അപ്പോൾ കേരളത്തിൽ ഇതിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഇഫക്റ്റീവ് ആൻഡ് പ്രോപ്പർ ആൻഡ് ഇമ്മീഡിയറ്റ് റെമഡി വേണം. ഇമ്മീഡിയറ്റ് റെമഡി. അതെന്താണ് മാഡം പറയുന്നത്? അത് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്, നമ്മുടെ സൊസൈറ്റിയുടെ മൊത്തം ആറ്റിറ്റ്യൂഡ് മാറണം. ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ ബാധ്യത തീർന്നു അച്ഛനും അമ്മയും കാണാൻ പാടില്ല. അവൾ പ്രോപ്പറായി ജീവിക്കുന്നുണ്ടോ, അവളെ ഉപദ്രവിക്കുന്നുണ്ടോ ശ്രദ്ധിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സെല്ലുണ്ടാക്കണം. അപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും അതിനൊരു സെല്ല് വേണം. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു വിഭാഗം. വനിതാ സെല്ലിലൊക്കെ എത്ര കാര്യം നടക്കും, ഒന്നും നടക്കുന്നില്ല എന്നുള്ള. അവരെന്തെല്ലാം ചെയ്യും, എത്ര പോലീസുകാരുണ്ട് നമുക്ക്. അവർ രാത്രിയും പോലും ഡ്യൂട്ടി എടുക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. അവർക്ക് ഇതിനിടയിൽ ഇവരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. സോ എക്യുപ്മെന്റ്സ് മാറണം, സിസ്റ്റം മാറണം. ഇതിനു വേണ്ടിയിട്ട് ഒരു നിയമസംഹിത ഉണ്ടാവുക മാത്രമല്ല, അതിനെ ഇഫക്റ്റീവായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് അതിനെ നടപ്പിലാക്കാനുള്ള ഇമ്മീഡിയറ്റ് ആക്ഷൻ, അതിന് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോഴ്സിനെ ഉണ്ടാക്ക്. എന്നിട്ട് ഇമ്മീഡിയറ്റായിട്ട് അവർ വരട്ടെ, വന്നിട്ട് രണ്ടുപേരെയും പിടിച്ചു നിർത്തി ചോദിക്കട്ടെ. ഗൾഫിലൊക്കെ കേട്ടിട്ടില്ലേ, എന്തെങ്കിലും ആരെങ്കിലും ഒഫൻസ് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് വരും. വന്നാൽ ഒരാളിന് പച്ചയും മറ്റേ ആളിന് ചോപ്പും കൊടുക്കും. കുഴപ്പം ചെയ്തവന് ചോപ്പ് കടലാസാണ് കൊടുക്കുന്നത്, മറ്റവന് പച്ച കടലാസും കൊടുക്കും. ചോപ്പ് കിട്ടിയവൻ ഫൈൻ അടയ്ക്കണം, ചോപ്പ് കിട്ടിയവൻ ഫൈൻ അടയ്ക്കണം. അപ്പോൾ അതുപോലെ നമുക്ക്, അല്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ്, ഇതാര് ചെയ്യും? വരുന്ന ഓഫീസർ ചെയ്യും. അപ്പോൾ ഈ വരുന്ന ഓഫീസർ ഇമ്പാർഷ്യലായിരിക്കണം. അയാൾക്ക് വളരെ ജുഡീഷ്യസ് മൈൻഡ് വേണം. ഇതൊക്കെ കേരളത്തിൽ നടക്കുമോ? വളരെ പാടാണ്, വളരെ പാടാണ്. ഞാൻ തുറന്നു പറയാണ്, അതിൽ രാഷ്ട്രീയം ഉണ്ടാവും, മറ്റ് പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. ആ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും, രാഷ്ട്രീയം ഉണ്ടാവും, സമുദായം ഉണ്ടാവും, ജാതി ഉണ്ടാവും, എല്ലാ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാവും. അപ്പോൾ പലതരത്തിലുള്ള ലാഭങ്ങൾ നോക്കുമ്പോൾ ശരിയായ നീതി നടപ്പിലാക്കാതെ പോകും. പിന്നെ കുറച്ചൊക്കെ നീതി നടപ്പിലാക്കാൻ പറ്റുന്നത് ആകെപ്പാടെ എന്നെ പോലെയുള്ളവർക്കാണെന്ന് ഞാൻ പറയും. ഞാനാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നെ പോലെ ഉള്ളവർക്ക് പറ്റിയേക്കും. അതുകൊണ്ട് അത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ എഴുതി കൊടുക്കും. നമ്മൾ എഴുതി കൊടുക്കുന്നതിൽ കുറച്ചൊക്കെ സത്യം കാണും, ചിലപ്പോൾ കുറച്ച് സത്യമല്ലാത്തത് കണ്ടേക്കാം. ഇതെല്ലാം ആ കേസിന് വേണ്ടിയിട്ട് നമ്മൾ നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ എതിർകക്ഷി വരും, പിന്നെ അതിലൊരു കോംപ്രമൈസ് ടോക്ക് വരും. അറ്റ്ലീസ്റ്റ് സാമ്പത്തികമെങ്കിലും വാങ്ങിക്കൊടുത്ത് ഈ കുട്ടിയെയും അവരെയും നമുക്ക് അറ്റ് ദ ഏർലിയസ്റ്റ് ഈ കോടതി നടപടികളിലും നൂലാമാലകളിലൂടെ ഇടാതെ, കോടതിയിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്, പക്ഷെ അവസാനിക്കുന്നത് പലപ്പോഴും ഈ ഓഫീസിലാണ്. മിക്കവാറും കേസുകളെല്ലാം സെറ്റിലായി പോകും. പക്ഷെ ആ സെറ്റിൽമെന്റ് വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? കുറ്റക്കാരൻ വീണ്ടും രക്ഷപ്പെടും. അവനെല്ലാം കൊടുത്താൽ പോരെ. അതാണ് അതിന്റെ പ്രശ്നം. കുറ്റക്കാരൻ പിന്നെ രക്ഷപ്പെടുകയാണ്, അവൻ രക്ഷപ്പെട്ട് പോവുകയാണ്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഇരുന്ന് പോലീസ് സ്റ്റേഷൻ കളിക്കാൻ പറ്റുമോ? ഒക്കത്തില്ലല്ലോ. അതാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംവിധാനം. അപ്പോൾ റാപ്പിഡായിട്ട് ഉള്ള ഒരു നിയമം, എൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സ് വേണം, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന് ഞാൻ പറയും. അവർ വരിക, അതിന് വേണ്ടി. നിങ്ങൾ മിലിറ്ററി കണ്ടിട്ടില്ലേ? ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായ ഓടി വന്ന് അവർ കൃത്യമായിട്ട് ചെയ്യുന്നത്. അവരെങ്ങനെ പെരുമാറുന്നു? ഡിസിപ്ലിൻഡാണ്. ആ ഡിസിപ്ലിൻ നമ്മുടെ പോലീസിനും ഉണ്ട്. പക്ഷേ അത് കൊണ്ട് വലിയ പക്ഷേയാണത്. അത് പക്ഷേ എന്ന് പറയുമ്പം അതിലവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ കുറ്റം ഞാൻ ഒരിക്കലും പോലീസ് എന്താ കാര്യം എന്നറിയാമോ? ഒരു വിളിക്ക് ഓടി വരുന്നത് അവരാണ്. അവർ വരികയും അവർക്ക് പറ്റുന്നതൊക്കെ ചെയ്യും. പക്ഷെ അവരുടെ കൈകൾ ഒരുപാട് വിലങ്ങ് വെച്ച കൈകളാണ്. അതെനിക്കറിയാം. പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റില്ല. മേലിൽ നിന്ന് വിളി വരും, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് വിളിക്കും, അല്ലെങ്കിൽ മീഡിയ വിളിക്കും, ഇല്ലെങ്കിൽ ത്രെറ്റ് വരും, ഇതും അല്ലെങ്കിൽ വേറെ വല്ലതും വരും. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ ചങ്ങലകൾ നിങ്ങൾ കെട്ടുപൊട്ടിക്കണം. നിങ്ങൾ എന്തിനാ പാർട്ടി കൊടുക്കുന്നത്? ഇതിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഒന്നിച്ച് ജീവിക്കുന്നത്, സ്വതന്ത്രമായി അവർ ജീവിക്കുമ്പം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ സഹാനുഭൂതിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും പോസിറ്റീവായിട്ടും അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി റിസോൾവ് ചെയ്ത് കൊടുക്കണം. 2, അവിടെ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് വരണം, ചെയ്യാനുള്ളത് ചെയ്യണം. ഇത് ചെയ്യുന്നില്ലല്ലോ. ചെയ്യാൻ ഇവിടെ എന്ത് വകുപ്പുണ്ട്? പോലീസുകാരൻ തൊട്ടാ വേറെ വകുപ്പാണ്. അപ്പൊ അതെങ്ങനെ പറ്റും? ശരിയാവില്ല. അപ്പൊ അവർക്ക് നിർഭയമായും നിർമ്മമമായും നിഷ്പക്ഷമായും കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള പ്രാപ്തി ഉണ്ടാക്കണം. ട്രെയിനിങ് കൊടുക്കുകയും എൻഫോഴ്സ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൊടുക്കുകയും വേണം. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ.
അത് സർക്കാർ ചെയ്യണമെന്നാണോ, ജുഡീഷ്യൽ സംവിധാനം ചെയ്യണമെന്നാണോ? സർക്കാരും ചെയ്യണം, ജുഡീഷ്യറി അതിന് കാവലായി നിൽക്കണം. ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവും ജുഡീഷ്യറി അതിൻ്റെ മേൽനോട്ടക്കാരനുമാണ്. നടക്കുന്നുണ്ടോ, കുഴപ്പമുണ്ടോ, ഉണ്ടെങ്കിൽ ജുഡീഷ്യറിയിലേക്ക് പോകാമല്ലോ, നമുക്ക് കോടതിയിലേക്ക് പോകാമല്ലോ. ദേ ഇന്ന കണക്കാണ് ലോ എൻഫോഴ്സ്മെൻറ്റിൽ ഇന്നാണ് പ്രോബ്ലം ഉണ്ടായി. ലോ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ത്രൂ കോർട്ടാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിന് അതിൻ്റെ കൗണ്ടർ കൊടുത്ത് അതിന് സമയം ചോദിച്ച് അത് കാലങ്ങൾ പോകും. അത് പാടില്ല. ഇമ്മീഡിയറ്റ് എന്ന് ഞാൻ പറയുമ്പോൾ ഇമ്മീഡിയറ്റ്. മേഡം, ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു അടുത്ത് വന്ന കണക്കാണ്, കഴിഞ്ഞ ഒരു വർഷം മാത്രം 1,00,000-ലേറെ ഡൈവോഴ്സ് കേസുകൾ കേരളത്തിലെ കോടതികൾ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് 1000-ലേറെ. വാസ്തവത്തിൽ ഇതിനകത്ത് 50% കൂടുതൽ ഡൈവോഴ്സ് പെറ്റീഷൻസ് ഫയൽ ചെയ്തിരിക്കുന്നത് സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാൽ അത് കാണിക്കുന്നത് സ്ത്രീകൾ കുറച്ചുകൂടി ധൈര്യസമേതം ഇപ്പോൾ മുന്നോട്ട് വരുന്നു എന്നല്ലേ? പിന്നെ പണ്ട് എൻ്റെ അമ്മാമ്മയ്ക്ക് 14 മക്കളാണ്. എൻ്റെ അമ്മാമ്മയ്ക്ക് 14 മക്കളാണ്. അമ്മാമ്മയെ 18-ാം വയസ്സിൽ കല്യാണം കഴിച്ച അന്ന് തൊട്ട് അവരുടെ ഫെർട്ടിലിറ്റി തീരുന്നത് വരെയും പ്രസവിച്ചു. ആ അമ്മ ആ കുട്ടികളെ വളർത്തി അവസാനം മരിച്ചു. കുട്ടികളെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് അവർ വളർത്തി. അതിലൊന്നാണ് എൻ്റെ അമ്മയും. ഇതുപോലെ അന്നത്തെ കാലത്തുള്ള എല്ലാ അമ്മമാർക്കും എബൌട്ട് 10 കുട്ടികളുണ്ടായിരുന്നു. ഈ അമ്മമാരാരും ജോലിക്ക് പോയില്ല. ഇതിൻ്റെ അച്ഛന്മാർ പോയി ജോലി ചെയ്ത് പൈസ വീട്ടിൽ കൊണ്ട് കൊടുക്കും. പിന്നെ അവരവർക്ക് ബോധിച്ചതൊക്കെ ചെയ്യും. ഇനി അവരെന്ത് ചെയ്താലും ഇവർ ചോദിക്കത്തില്ല. എന്താ കാര്യം? ഈ കുട്ടികളെ ആര് വളർത്തും? എവിടെ സാമ്പത്തികം? നിവർത്തിയില്ല. അപ്പോൾ അവർ സഹിച്ചു. അതെല്ലാം അവരുടെ ധർമ്മമായിട്ട് കണ്ട് അവർ എന്ത് ടോർച്ചറും, ഡൊമസ്റ്റിക് വയലൻസ് ഇന്നലെ ഉണ്ടായതല്ല. ഡൊമസ്റ്റിക് ഡെത്ത്, അതായത് ഡൗറി ഡെത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന മണി ഡെത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടായതല്ല. ഇത് ആണും പെണ്ണും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയ കാലം തൊട്ടേ ഉള്ളതാണ്. പക്ഷേ ഇത് പുറത്ത് വന്നിട്ടില്ല. അതാണ് സത്യം. പലപ്പോഴും ഇന്നതാണ് കാരണമെന്ന് പോലും പുറത്തറിയത്തില്ല. ഒരു പോസ്റ്റ്മോർട്ടം തന്നെ ഇപ്പം മാൻഡേറ്ററി ആയിട്ട് എത്ര കാലമായി? അതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം ഇല്ലല്ലോ. അപ്പോഴെന്താണ്? പക്ഷേ ഇപ്പം തൊട്ടാ വിവരം അറിയും. എന്താ കാര്യം? നമ്മളെല്ലാം സ്ത്രീകളെല്ലാം ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കും. 2, എല്ലാവർക്കും ഒരുവിധം ഫൈനാൻസ് ഉണ്ട്. ഒന്നുമില്ലെങ്കിൽ കുടുംബശ്രീയിൽ കാലത്തെ പോയാൽ മതി അല്ലേ? തൊഴിലുറപ്പിന് പോയാൽ അവൾക്ക് ഒരു 10-250 രൂപ കിട്ടും. അത് കൊണ്ടുവന്ന് കുട്ടികളുടെ എണ്ണം കുറവാണ്, 2 കുട്ടികൾ കാണും. അപ്പോൾ ഈ കുട്ടികൾക്ക് വെച്ച് കൊടുത്തേച്ച് പിന്നെ ഒരുത്തൻ ഇടിക്കാൻ വരുന്നവനെ എന്തിനാ സഹിക്കുന്നേ? സോ ടോളറൻസ് എന്ന് പറയുന്നത് അൺറീസണബിൾ ടോളറൻസ് ഇപ്പോൾ ഇല്ല. അതാണ് താങ്കളുടെ പ്രാക്ടീസ് ചെയ്യുന്ന അനുഭവത്തിൽ മനസ്സിലായി. അതിന് ഒരു കാരണം അതാണ്. എല്ലാ കാരണവും അതല്ല. സ്ത്രീകൾ സഹിക്കത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ദാമ്പത്യം എന്ന് പറഞ്ഞാൽ എന്താ? 2 പാർട്ട്നേഴ്സാണ്. 2 ഭാര്യ ഭർത്താവ്. ഭാര്യ എന്നാൽ ഭരിക്കപ്പെടുന്നവൾ, ഭർത്താവ് എന്നാൽ ഭരിക്കുന്നവൻ. അതല്ല ആളുകളുടെ പെണ്ണുങ്ങളുടെ കോൺസെപ്റ്റ്. പാർട്ട്ണർ എന്നാണ്. എൻ്റെ പങ്കാളി, എൻ്റെ ഭാഗം, എൻ്റെ സർവ്വവും. അതുപോലെ അപ്പുറത്തും വിചാരിക്കും എൻ്റെ പങ്കാളി അല്ല, ഞാൻ ഭരിക്കും, നീ അനുഭവിച്ചോ. ഇതെങ്ങനെ ന്യായം? ഈ സിസ്റ്റം ഇപ്പോൾ അവരാരും അംഗീകരിച്ചു കൊടുക്കുന്നില്ല. നമ്പർ 2. നമ്പർ 3 എന്ന് പറയുന്നത് കുത്തഴിഞ്ഞ മൾട്ടി സെക്ഷൽ റിലേഷൻഷിപ്പ്. അതായത് ഒരുപാട് ഒരേ സമയത്ത് ഭാര്യ മാത്രമല്ല, ഒരുപാട് പേര് കാണും. പണ്ടുണ്ടായിരുന്നത് സഹിച്ച്, അന്നത്തെ എൻ്റെ അമ്മാമ്മയൊക്കെ സഹിച്ച്. എന്താ കാര്യം? 4 എന്തോന്ന് ചെയ്യും? എവിടെ പോവും? അയാൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. എൻ്റെ അച്ചച്ച അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും എന്തോ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മമ്മ സഹിക്കും. പക്ഷെ ഇന്നത്തെ സ്ത്രീകൾ സഹിക്കുന്നില്ല. എന്തിനാ സഹിക്കുന്നേ? ഇതെന്താണ്? ഒരിടത്ത് ഈ ഭർത്താവ് അവിടെ ഇവിടെയൊക്കെ പോയിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഇവൾ സഹിക്കേണ്ട കാര്യം എന്താണ്? സഹിക്കില്ല. ഇതിന്റെ തിരിച്ചുള്ള അനുഭവങ്ങൾ തിരിച്ചുകൊണ്ടല്ലോ. സ്ത്രീകൾക്ക് ഇഷ്ടംപോലെ റിലേഷൻഷിപ്പ് ഉണ്ട്. ഭർത്താക്കന്മാരാണ് ഇപ്പോൾ ഒരുപാട് അനുഭവിക്കുന്നത്. പുരുഷ പീഡനമാണ് ഇപ്പോൾ കൂടുതലെന്ന് ഞാൻ പറയും. അതുപോലുള്ള സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പറയുന്നതൊക്കെ നഗ്നമായ സത്യങ്ങളാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നത്. അനുഭവം എല്ലാ ദിവസവും കാണുന്ന കാര്യമല്ലേ? ഇതല്ലേ കാണുന്നത്? കാലത്തോട്ട് രാത്രി വരെ ഇത് തന്നെയല്ലേ നമ്മൾ കാണുന്നത്? ഡെയിലി ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഇവിടെ വന്നിട്ട് അവർ പറയുന്ന എല്ലാം ഒന്നും ഞാൻ വിശ്വസിക്കത്തില്ല. പക്ഷേ അതിലൊരു 70% നമുക്ക് നോക്കാം. ഇറ്റ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ എവിഡൻസ്. എവിഡൻസ് ഉണ്ടെങ്കിലേ അത് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. എവിഡൻസ് മീൻസ് ഒന്ന് നമ്മുടെ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ എവിഡൻസ്. ഒരാൾ കയറി വരുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിൽ എന്താണ്, അയാൾക്ക് എന്താണ് പ്രോബ്ലം, ഇയാൾ കുഴപ്പക്കാരനാണ്, ഇയാൾക്ക് എന്തൊക്കെ കുഴപ്പമുണ്ട്, സ്വന്തം കക്ഷിക്കുള്ള കുഴപ്പം നമ്മളറിയണ്ടേ? അതൊക്കെ നമ്മൾ അറിയും. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെർട്ടൈസ് വരും.
ഇപ്പം ഇയാൾ പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ ഇയാൾ നല്ലോണം മദ്യപിക്കും, അല്ലെങ്കിൽ ഇയാൾ നല്ല ഒന്നാന്തരം ഷൈസോഫ്രീനിക് പേഷ്യൻ്റാണ്. ഇപ്പം ഇഷ്ടംപോലെ അങ്ങനെയുള്ളവരുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് അപഹിതമുണ്ട്, അവൾക്ക് അച്ഛനുമായിട്ടുണ്ട്, അവൾക്ക് സഹോദരനുമായിട്ടുണ്ട്, അവൾക്ക് നാട്ടിലുള്ള എല്ലാവരുമായിട്ടുണ്ട്. അപ്പം ഇയാളെ ചികിത്സിക്കണമെന്ന് ഞാൻ പറയും. കൂടെ വന്ന ആളിനോട് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തെ ഒന്ന് ചികിത്സിക്കണം, ഇത് ട്രൂത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എവിഡൻസ് ഉണ്ടോ? എവിഡൻസ് ഒന്നും തരാൻ പറ്റില്ല, പക്ഷേ അവൾക്ക് കുഴപ്പമാണ്. ഞാൻ പറഞ്ഞു ഭാര്യ അവസാനം നോട്ടീസ് അയച്ച് ഭാര്യ വന്നപ്പോഴത്തേക്ക് ഭാര്യ പറയുന്ന മാഡം 4 തവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. എവിടെ? പേരോർക്കട, അറിയാമല്ലോ, പ്രാന്താശുപത്രിയിൽ മെൻ്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അവിടെ നിന്ന് പൊട്ടിച്ച് വന്നതാണ്. ഇപ്പോൾ വീട്ടിൽ 24 മണിക്കൂറും ടോർച്ചും കൊണ്ട് നടപ്പാണ് ആളിനെ പിടിക്കാൻ. ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഭാര്യ സഹിക്കേണ്ട കാര്യം തോന്നുന്നു. ഞാൻ പറഞ്ഞു എടോ ഈ ഒരു കാര്യം ചെയ്യും, ഡിവോഴ്സ് ചെയ്യും. അവസാനം ഡിവോഴ്സ് ചെയ്ത് പറഞ്ഞു വിട്ടാലും അവളെ പറഞ്ഞു നടക്കും. ഇവിടെ പോണിടത്തൊക്കെ കുഴപ്പമാണ്. ഈ കൊലപാതകങ്ങളിൽ പലതും സംശയരോഗം കൊണ്ടും കൂടെയാണ്. ഡയറി മാത്രമല്ല, ഡൗറി, ആൽക്കഹോളിസം, പിന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, പിന്നെ സംശയരോഗം, മുഴുത്ത സംശയരോഗം. ഈ സംശയരോഗം വന്നാൽ അവന് കൊല്ലാനൊന്നും ഒരു മടിയില്ല. ഷൈസോഫ്രീനിയ എന്ന് പറയും. അവർക്കത് കേൾക്കാം, കാണാം. ഇതൊക്കെ അവർ സത്യമാണെന്ന് പറഞ്ഞ് നമ്മളെ വലിപ്പിക്കും, നമ്മളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. മനസ്സിലായില്ലേ? ഇപ്പോൾ വിസ്മയ കേസിൽ അയാൾ ഒരു ശരിക്കും എനിക്ക് കേടടത്തോളം തോന്നിയത് അയാൾ മദ്യപിക്കുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് നല്ല സംശയരോഗമുണ്ട്. ഉറപ്പായും സംശയരോഗം ഉണ്ടാവും. ഈ സംശയരോഗമായിരിക്കാം ഇയാൾ ഇത്രയേറെ ബ്രൂട്ടലായിട്ട് ഉപദ്രവിക്കുന്നത്. ആ ഫോട്ടോസൊക്കെ ഞാൻ ടി വിയിൽ കണ്ടതേ ഉള്ളൂ, അവരെ ഉപദ്രവിച്ചിരിക്കുന്ന ഫോട്ടോസ്. ഇപ്പം എൻ്റെ കേസ് ഇവിടെ എടുത്താൽ എത്ര എണ്ണത്തിലാണ് ഇതിനെ അപ്പുറമായിട്ട് ഫോട്ടോസ് ഉള്ളത്, എന്തോരം ഉണ്ട്. അപ്പോഴോ നിങ്ങളൊരു വിസ്മയം മാത്രമേ കണ്ടോളൂ. ഞാൻ കാണുന്നത് നേരെ വെളുത്ത ഇരുട്ടുന്നവരെ ഒരുപാട് വിസ്മയന്മാരെയാണ്. ഇതിനേക്കാൾ ക്രൂരമായി വരും. അപ്പോൾ പലപ്പോഴും ഞാൻ പറയും നിങ്ങളുടെ മോൾക്ക് ശാരീരികമായിട്ട് കുഴപ്പമൊന്നും വന്നില്ലല്ലോ, അത്രയെങ്കിലും ആശ്വസിക്കും. അപ്പോൾ ഈ അമ്മയും അച്ഛനും തന്നെ പറഞ്ഞു വിട്ടുകൊടുക്കും. എന്താ കാര്യം? മോൾ എൻ്റെ കൂടെ നിന്നാൽ, വിവാഹം കഴിച്ച മകൾ വീട്ടിൽ വന്നാൽ മാനക്കേട്. വിവാഹം കഴിച്ച മകൾ മടങ്ങി വരാൻ പാടില്ല. അവളെ സഹിച്ച് അവിടെ ജീവിക്കണം. അവളെ കൊന്ന കരഞ്ഞുകൊണ്ട് വരും, മോളെ ചത്ത്. ഞാൻ പറയാം എന്തൊന്നും കാര്യം, നിങ്ങളല്ലേ പറഞ്ഞു വിട്ടത് കഴിഞ്ഞ ദിവസം? എൻ്റെ ഒരു കേസിൽ ഞാൻ പറഞ്ഞു ഇനി ഇവൻ്റെ കൂടെ ഈ കുട്ടിയെ പറഞ്ഞ് വിടരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് പോയി കേസ് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ കേൾക്കുന്ന കുട്ടി മരിച്ചെന്നാണ്. കൊന്നു കളഞ്ഞവൻ. കൊണ്ടുവന്ന പേപ്പേഴ്സ് എല്ലാം എന്താ ഇവിടെ ഇരിപ്പുണ്ട്. പോലീസ് കേസെടുത്തു. ഈ കേസ് ഏത് കാലത്ത് തീരും? അല്ല, കേസെടുക്കും, അത് വേറൊരു ഒരു ജീവിതം നഷ്ടപ്പെട്ടു. ഇത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് മാരിറ്റൽ റിലേഷൻഷിപ്പും ഡിഗ്നിഫൈഡ് ലൈഫിൽ അവകാശമുള്ളതാണ്. ഡിഗ്നിഫൈഡ് എന്ന് പറയുമ്പം വളരെ മാന്യമായും മര്യാദയായും ജീവിക്കാനുള്ള, സന്തോഷമായും ജീവിക്കാനുള്ള അവകാശം ഫണ്ടമെൻ്റൽ റൈറ്റാണ്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റാണ് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന് ഒരു ഭയങ്കരമായ ഒരു ട്രയലും മറ്റ് കാര്യങ്ങളും ഒന്നുമല്ല വേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം, ഒരു നിയമ സംവിധാനവും നിയമവ്യവസ്ഥിതിയും അതിന് വേണ്ടുന്ന പ്രത്യേക കോടതികൾ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ നല്ലത്. ഇപ്പോൾ ഉള്ള നിയമത്തിൽ ഭേദഗതി വേണമെന്ന് പറയും. തീർച്ചയായിട്ടും വേണം. അതിൽ പ്രധാനമായിട്ടും ഭേദഗതി വേണ്ടത് കണ്ടീഷൻസ് ഓഫ് എ വാലിഡ് മാരേജ്, വിവാഹം കഴിക്കാനുള്ള യോഗ്യത. വിവാഹ നിയമങ്ങളിൽ വിവാഹിതരാകാൻ കുറച്ച് യോഗ്യത, അവർക്ക് എന്ത് യോഗ്യത വേണം എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. സെക്ഷൻ 5 ഓഫ് ദി ഹിന്ദു മാരേജ് ആക്ട്. കറസ്പോണ്ടിങ് ആയിട്ട് മറ്റ് നിയമങ്ങളിലും ഇതേപോലെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായും പറയുന്നത് വേറൊരു സ്പൗസ് ലിവിങ് ആയിരിക്കാൻ പാടില്ല. കല്യാണം കഴിക്കുന്നവർക്ക് മറ്റൊരു സ്പൗസ് ഉണ്ടാകാൻ പാടില്ല. ഇൻസാനിറ്റി പാടില്ല. വാലിഡ് കൺസെന്റ് കൊടുക്കാനുള്ള പ്രാപ്തി വേണം. രക്തബന്ധത്തിൽപ്പെട്ടവരാകാൻ പാടില്ല. പിന്നെ എന്താ പറയുന്നത്, എപ്പിലെപ്സി ഉണ്ടാവാൻ പാടില്ല. പിന്നെ എന്താ പറയുന്നത്, എപ്പിലെപ്സി ഇപ്പം എടുത്തു കളഞ്ഞു. പിന്നെ പറയുന്നത് എന്താണ്, പിന്നെ അവർ പറയുന്നത് മാനസിക രോഗം പാടില്ല. ശരി, ഇത് ഇത്രയും ഫിറ്റാണെന്നുള്ളതിന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടോ? നിങ്ങൾ നല്ല മുഴുത്ത ഭ്രാന്തനെ കണ്ട് കല്യാണം കഴിപ്പിക്കും, ഇതൊക്കെ മറച്ചു വയ്ക്കും. അവൻ വളരെ ഭംഗിയായിട്ട് ബിഹേവ് ചെയ്യും. വീട്ടിനകത്ത് രാത്രിയാകുമ്പോൾ അടി ഈടി ഉപദ്രവവും സകലതും തല്ലിപ്പൊട്ടിക്കലും ഒക്കെയാണ്. മാഡം പറഞ്ഞത് ശരിയാണ്. കല്യാണത്തിന് മുമ്പ് ഇതിന് അപ്പോൾ ഇതിങ്ങനെ എഴുതിയാൽ മതിയോ? ഇനി ഇവന് ഫിസിക്കലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സെക്ഷലി കുഴപ്പമുണ്ടോ, ഇവൻ എന്തെങ്കിലും അഗ്രസീവ് ആണോ, വയലൻ്റ് ആണോ, പമ്മി ഇരുന്നുകൊണ്ട് ഉപദ്രവിക്കുമോ, സംശയരോഗമുണ്ടോ, ഇതെന്ത് ചെയ്യും? ഇതൊക്കെ ഉള്ളവൻ കല്യാണം കഴിക്കണം. പോട്ടെ, അവനൊരു സെക്ഷൽ ഡിസീസ് ഉണ്ടോ, ഇവൻ എയ്ഡ്സ് ഉണ്ടോ? ഞാൻ പല കേസുകളിലും എയ്ഡ്സ് പിന്നീട് വന്ന പെൺകുട്ടികളുടെ കേസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുവാണ് അപ്പോൾ അത് ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മാരേജ് ചെയ്യണമെങ്കിൽ അതിന് മുമ്പായിട്ട് വേണം. അതിന് മെൻ്റൽ കപ്പാസിറ്റി വേണം,
ഫിസിക്കൽ കപ്പാസിറ്റി വേണം, അഡിക്ഷൻ ഇല്ല എന്നുള്ളത് വേണം. ഇതിനെല്ലാം ഒരു മെഡിക്കൽ ബോർഡിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ പോകണം. ഇപ്പം നമ്മൾ വാക്സിനേറ്റ് ചെയ്യുന്നില്ലേ, അതുപോലെ മാൻഡേറ്ററി ആയിട്ട് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ വക പരിശോധനകൾ കൂടെ നടത്തിയാൽ പകുതി പ്രോബ്ലം കഴിഞ്ഞു. എക്സാക്ട്ലി. പകുതി വളരെ ശാസ്ത്രീയമാണ് മാഡം. അല്ല, അത് പകുതി പ്രോബ്ലം കഴിഞ്ഞു. ഇതുകൊണ്ടാണ് ഇമ്പോർട്ടൻസിക്ക് പിന്നെ കേസ് വരില്ല. ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ നോക്കിയാൽ പോരെ. സൈക്കോളജിക്കൽ ഇമ്പോർട്ടൻസി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്, അത് മെഡിക്കൽ ബോർഡിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊഴിച്ചുള്ള ബാക്കി ഉള്ള ന്യൂറോളജിക്കൽ ആണെങ്കിലും മറ്റു തരത്തിലുള്ളതാണെങ്കിലും ആ ഇമ്പോർട്ടൻസി എന്താണെന്നറിയാം. ഇപ്പം പെണ്ണിന് വല്ല കുഴപ്പമുണ്ടെങ്കിലോ, അവൾക്ക് അവേർഷൻ ഉണ്ടോ, സെക്ഷൽ അവേർഷൻ ഉണ്ടോ, ഫ്രിജിഡിറ്റി ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ ഒക്കെ നമുക്ക് നോക്കാം. ഫെർട്ടൈലാണോ നോക്കണ്ടേ, കുട്ടികളുണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് ദത്തെടുക്കാൻ പോകണ്ട. അപ്പോൾ ഈ കഴിയുന്നവർ മാത്രം ഒരു പണി ചെയ്താൽ പോരെ. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്തുവാ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നല്ല സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുന്നതാണ് ഒരു ലൈഫിൻ്റെ അർത്ഥം. നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ ഒരു എനർജിയാണ്. ഈ എനർജി ഏത് സമയത്തും സന്തോഷമായിരിക്കണം, ചുറ്റും സന്തോഷം കൊടുക്കണം, ചുറ്റിലുള്ളവർക്കും സന്തോഷം പകരണം. അപ്പം തനിക്ക് ചുറ്റുമുള്ളവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ജീവിതം നയിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണം. സമൂഹം അതിനു വേണ്ടി മാറണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചോ? ചോദിച്ചോ, കുഴപ്പമില്ല. ഈ ആർഭാട കല്യാണങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ കൂടി വരുന്നുണ്ട്. ഈ മിഡിൽ ക്ലാസ്സുകാരനും താഴെ തട്ടി നിൽക്കുന്നവനൊക്കെ വീട് വിറ്റും എല്ലാ സമ്പാദ്യവും എല്ലാം വിറ്റും മകൾക്ക് കൊടുക്കുന്നു. പക്ഷേ ഇത് ഈ മകൾക്ക് അറിയാം എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് ഇത് തരുന്നത്, അല്ലെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെയാണ് ഇത്. പക്ഷെ അത് ആ പെൺകുട്ടി ചെയ്യരുതെന്ന് പറയുന്നില്ല. ഒരു 90% കേസിലും പറയുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഈ കുട്ടികളെ വിഷമം അറിയിച്ച് വളർത്താത്തതുകൊണ്ട്. നിങ്ങൾ ഉണ്ടില്ലെങ്കിലും കുട്ടിക്ക് കൊടുക്കത്തില്ലേ, നിങ്ങൾ ഉടുത്തില്ലെങ്കിലും കുട്ടിക്ക് കൊടുക്കൂലേ? നിങ്ങൾ ഈ കുട്ടിയെ രാജകുമാരിയായിട്ടല്ലേ വളർത്തുന്നത്. അവൾ പറയുന്നത് അത്രയും അനുസരിക്കുകയല്ലേ ചെയ്യുന്നത്. അല്ല, ഈ വ്യക്തിത്വ വികസനത്തിൽ വിദ്യാഭ്യാസത്തിനൊരു റോൾ, വിദ്യാഭ്യാസത്തിന് റോളുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? മഗ്ഗിയാണല്ലേ പഠിപ്പിക്കുന്നത്. അടുത്ത കുട്ടിയേക്കാൾ 1 മാർക്ക് കൂടുതൽ വാങ്ങുന്നതാണ് മിടുക്കെന്നല്ലേ പഠിപ്പിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കാമോ? അസഹിഷ്ണുതയല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ കുറേ ഡേറ്റയല്ലേ കുട്ടികൾക്ക് കൊടുക്കുന്നത്. കുട്ടികളെ പ്രകൃതിയിലേക്ക് പോകാൻ, കൃഷി ചെയ്യാൻ പഠിപ്പിക്കണം, തൊഴിലുകൾ പഠിപ്പിക്കണം, ഭാഷ പഠിപ്പിക്കണം, കണക്ക് പഠിപ്പിക്കണം. പിന്നെ കുട്ടികൾക്ക് ഏതിലാണോ ടേസ്റ്റ് അതിലേക്ക് അവരെ തിരിച്ചു വിടണം. അടച്ചു പൂട്ടിയ മുറികളിൽ കുറച്ച് സമയം മാത്രം, ബാക്കിയുള്ള സമയം അവർ പുറത്തിറങ്ങി ഈ ലോകം കാണണം. തന്നെ പോലെ തന്നെ തൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയോടും സ്നേഹം ഉണ്ടാവണം. കുട്ടിയുടെ മാർക്കല്ല തീരുമാനിക്കുന്നത് ഒരു കുട്ടിയുടെ കഴിവും ഒരു കുട്ടിയുടെ പ്രോസ്പെരിറ്റിയും, അവൻ എത്ര നല്ല വ്യക്തിയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ല വ്യക്തിയാക്കാൻ, നല്ല വ്യക്തി എന്ന് പറയുമ്പോൾ സ്വയം ജീവിക്കാനുള്ള സകലതുമാണ് വേണ്ടത് അല്ലേ? അതല്ലേ വേണ്ടത്. ഈ മാഡത്തിൻ്റെ അടുത്ത് വരുന്ന ഡൈവോഴ്സ് കേസുകളില്ലേ, എഡ്യൂക്കേറ്റഡ് നോൺ എഡ്യൂക്കേറ്റഡ് അങ്ങനെ മാഡം തരംതിരിച്ച്? ഞാൻ ഒരിക്കലും അങ്ങനെ എൻ്റെ ഒരു ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സങ്കടമുള്ള ഒരാൾ എൻ്റെ സഹായം വേണ്ടി വരുന്നത്, അവർക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന നിയമത്തിനകത്ത് നിന്ന് എന്താണോ അത് ഞാൻ ചെയ്യും. പിന്നെ കൗൺസിലിംഗ്, ചിലരൊക്കെ മെൻ്റലി അങ്ങ് തകർന്നായിരിക്കും വരുന്നത്. അല്ല, ഈ എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ആണോ കൂടുതൽ നോൺ എഡ്യൂക്കേറ്റഡ് ആണോ? അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും മനുഷ്യരാണ്. എല്ലാ ക്ലാസ്സിലുള്ള ആളുകളും വരുന്നത് എല്ലാവരും മനുഷ്യരാണ്. അങ്ങേറ്റം മുതലതോ ഇല്ല നിങ്ങൾ തെരുവിൽ ഉറങ്ങുന്ന ആൾ വരെ എൻ്റെ ക്ലയൻ്റാണ്. അങ്ങനെ ഒരു വേർതിരിവ് സമൂഹത്തിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ എന്തുണ്ടെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ എല്ലാ തരത്തിലും ഉള്ളവരുണ്ട്. എന്തിന് 80 വയസ്സായിട്ട് ഡൈവോഴ്സ് ചെയ്യാൻ വരുന്നവരുണ്ട്. 80 വയസ്സായിട്ട് എനിക്ക് അവളെ ഒഴിയണം. ഞാൻ ചോദിച്ചാൽ എന്തോന്നിനിപ്പോൾ ഒഴിയുന്നത്? ഇനി എത്ര നാളാണ് നമ്മുടെ ജീവിതം? അങ്ങ് പോയാൽ പോരെ. പറ്റത്തില്ല. മാഡത്തിന് പറ്റൂലേ പറ, ഞാൻ പോണ്. ശരി, നമുക്ക് ചെയ്യാം. അവർ പോയാൽ എൻ്റെ കേസ് പോകത്തില്ലേ? ഞാൻ എന്തിനാണ് പറ്റൂല എന്ന് പറയുന്നത്? ആ ഒരു മാനസികാവസ്ഥയിൽ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ 80 വയസ്സിലൊരു ഡിവോഴ്സ്? ഒരാളിൻ്റെ നമുക്ക് എത്ര വയസ്സാണെങ്കിലും നമ്മുടെ വയസ്സെന്ന് പറയുന്ന ഒരു സംഖ്യയാണ്. നിങ്ങൾക്ക് എത്ര വയസ്സായാലും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മെൻ്റൽ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. മറ്റ് രോഗങ്ങളൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനാണ് വയസ്സ്, ഏജ്. ഈ നിങ്ങളുടെ തിങ്കിങ് പ്രോഗ്രസ്സിനെ അത് ബാധിച്ചില്ലെങ്കിൽ എല്ലാ കാലത്തും ഒരുപോലെ തന്നെ. അതിനെന്താണ് വയസ്സ് പറയുന്നത്? പിന്നെ ഉള്ളത് ഇത്രയും എക്സ്പീരിയൻസാണ്. ഈ എക്സ്പീരിയൻസിൽ ഓരോരുത്തരും 80 വയസ്സായ ഒരാൾ വരുമ്പം അയാൾക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമ്മൾ മാനിക്കണം. അതാണ് നമ്മൾ മാനിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, മക്കളൊക്കെ പോയി, അവരൊക്കെ അവരുടെ മക്കളെ കെട്ടി, അതിൽ കൊച്ചുമക്കളായി, നിങ്ങളുടെ ആ കൊച്ചുമക്കളെയും കല്യാണം കഴിച്ച് 1-2 പേരെ കല്യാണം കഴിച്ച്, അതായത് 4ാം തലമുറയൊക്കെ നമ്മൾ കാണുകയാണ്. ഇനിയിപ്പോൾ എന്തോന്നിന് ഈ അമ്മച്ചിയെ കളയുന്നത്? പറ്റത്തില്ല. എനിക്ക് ചെയ്തേ പറ്റൂ. ശരി, കോമ്പൻസേഷൻ വാങ്ങിച്ചുകൊണ്ട് ഒഴിയാൻ അവരും തയ്യാറാണോ? അവരൊഴിയത്തില്ല. ഒരുപാട് കാശുണ്ട്. ഇത്രയും കാലം ഞാൻ ഇയാളോടെ കഴിഞ്ഞതാ. ഞാൻ ഒഴിയത്തില്ല. ന്യായം.
എന്തിനാ ഒഴിയുന്നത്? കേസ് പറയും നാരായണ പിള്ള എന്ന് പറഞ്ഞപ്പോൾ കേസ് പറഞ്ഞു, കുറേ കാലം പറഞ്ഞു, പിന്നെ നാരായണപിള്ള മരിച്ചു, കേസ് തീർന്നു. അപ്പോൾ എന്താണ് സംഭവം? അവകാശികൾക്ക് കിട്ടി. അപ്പോൾ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഇൻകോമ്പാറ്റബിലിറ്റി, യോജിച്ചു പോകാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ അദ്ദേഹത്തിന് പറ്റത്തില്ല, കുറേ കൊല്ലമായി സഹിക്കുന്നു, ഇനിയിപ്പം വേണ്ട. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തോന്ന്, കാലത്തെ എൻ്റെ ഞാൻ അവിച്ചു കൊടുത്ത പുട്ടും തിന്നേച്ചാണ് ഇതാ ഇവിടെ വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് വണ്ടി കൂലിയും തന്നു സാറേ വരാൻ, എനിക്ക് വണ്ടി കൂലിയും തന്ന്, കോംപ്രമൈസിന് വിളിച്ചു വരുത്തിയപ്പോഴാണ് എനിക്ക് വണ്ടി കൂലിയും തന്നു. അങ്ങേര് തന്ന വണ്ടി കൂലിയായിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് എൻ്റെ അല്ലാതെ വരാൻ പൈസയില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന ഡിവോഴ്സ് കേസുകൾ പ്രായ വ്യത്യാസം ഇല്ല എന്നാണ് മാഡത്തിന്റെ അനുഭവം? പ്രായ വ്യത്യാസവും ഇല്ല, അതിനെക്കുറിച്ച് വിചാരിക്കേ വേണ്ട. പിന്നെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ അവരധികം സഹിക്കത്തൊന്നുമില്ല, വിശേഷിച്ചും ടെക്നോ പാർക്കിലുള്ളവരെ. പിന്നെ അവരെ മാത്രം പറഞ്ഞ അവർ കുറച്ചുകൂടെ സ്വതന്ത്രരാണ്, അവർ കുറച്ചുകൂടെ സ്വതന്ത്രരാണ്. അവർ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല, അവർക്കുള്ള സിറ്റുവേഷനും അതാണ്. രാത്രിയാണ് അവരുടെ വർക്ക്. അപ്പോൾ അവർക്ക് മറ്റു തരത്തിൽ അവർ ഒരുപാട് കമ്പ്യൂട്ടറും മറ്റ് മാധ്യമങ്ങളുമായിട്ട് അവർ ഒരുപാട് ഇതാണ്. അപ്പോൾ അവർ കുറേ കൂടെ മറ്റുള്ളവരെ പോലെ കുറേ കൂടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ലോകത്തേക്കാണ് അവർ, കുറേ കൂടെ വിസ്തൃതമാണ് അവരുടെ ലോകം. ആ ലോകത്തിൽ നമ്മൾ കാണുന്ന ലോകമല്ല, വേറൊരു ലോകമാണ്. അവർക്ക് എല്ലാത്തിനുമുള്ള സൗകര്യങ്ങളും ഉണ്ട്. സോ അവർ കൊഹാബിറ്റേഷൻ ഇപ്പോൾ അവരിൽ പലർക്കും ഉണ്ട്, വളരെ കോമൺ ആണ് ഇപ്പം. അതും കുഴപ്പമൊന്നും ഉണ്ടെന്ന് ഞാൻ പറയില്ല. അല്ല, തീർച്ചയായിട്ടും പറയുന്നില്ല, അത് ആരും പറയുന്നില്ല, അക്സെപ്റ്റഡ് ട്രൂത്ത് ആണ്. അതെ. അപ്പോൾ അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പിന്നൊരാളിനൊരു സങ്കടം ഉണ്ടാവരുത്. ഒരു സ്പൗസ് ഉള്ള ഒരാളത് ചെയ്യരുത്, വേറൊരു പാർട്ട്ണർ ഉള്ള ഒരാളത് ചെയ്യരുത്. ഒന്നിൽ കൂടുതൽ പേരോട് ഒരേ സമയത്ത് കൊഹാബിറ്റേഷൻ പാടില്ല, തെറ്റാണ്, ചെയ്യരുത്. അപ്പോൾ ഒരു കല്യാണത്തിന് മുമ്പ് ഒരു കൊഹാബിറ്റേഷൻ ഒരു 5 മാസം 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കൊഹാബിറ്റ് ചെയ്തിട്ട് അതിന് ശേഷം കല്യാണം കഴിക്കുന്നവരും ഇപ്പോൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവരുടെ കുഴപ്പങ്ങളൊക്കെ മറ്റേയാളിന് മനസ്സിലാവും, വേണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോവാം. അപ്പോൾ അവർ പാർട്ട്നേഴ്സാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ആകുമ്പോൾ അതിൽ വല്ല കൺസീവ് ചെയ്ത് കഴിഞ്ഞാലോ അത് കൊണ്ടുപോയി അവർ MTP ചെയ്യും. അത് ചെയ്യാൻ പാടില്ല. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ആരാണോ അച്ഛൻ, ആ ആളെ ഇത് എൻ്റെ കുഞ്ഞാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം. ഈ നാട്ടിലെ ഈ സമൂഹം അത് അക്സെപ്റ്റ് ചെയ്യണം. ഒരു പെണ്ണിന് ഒരു സ്ത്രീക്ക് അവൾക്ക് ഗർഭപാത്രം കാര്യക്ഷമമാണെങ്കിൽ കുഞ്ഞുണ്ടാവും, അതിനെന്താ? ഇല്ലെജിറ്റിമേറ്റ് എന്ന വാക്ക് തന്നെ തെറ്റല്ലേ? അതിനെന്താ? അതുകൊണ്ടല്ലേ ഇപ്പം കൊണ്ടുപോയി കൊച്ചിനെ കൊല്ലേണ്ടി വന്നത്, കൊച്ചിനെ ഉപേക്ഷിക്കേണ്ടി വന്നത്? ഉടനെ കേസെടുക്കേണ്ട കാര്യം എന്താണ്? ആരാ ഉത്തരവാദി? ഈ പറഞ്ഞു വന്നപ്പോൾ ഈ ഓരോ കാര്യങ്ങളും വളരെയധികം എങ്ങനെ റിലേറ്റ് ചെയ്ത് പോവുകയാണ്. മാഡം ഇപ്പോൾ പറഞ്ഞത് വളരെ പ്രസക്തമായ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിനൊക്കെ ഉത്തരവാദി ആരാ? ഞാനും നിങ്ങളൊക്കെ അല്ലേ? സമൂഹമല്ലേ? ആറ്റിറ്റ്യൂഡല്ലേ? മാറ്റൂ അത്. നിങ്ങൾ മാറൂ. നിങ്ങളെ ഒരു പെണ്ണ് പ്രസവിച്ചാൽ എന്താ കുഴപ്പം? കല്യാണം കഴിക്കാത്ത ഒരാൾ അമ്മയായാൽ എന്താ കുഴപ്പം? മാനക്കേട്, അത് തന്നെയാണ് കുഴപ്പം, വേറെ ഒരു കുഴപ്പമില്ല. അല്ല, ആ മാനക്കേടിൻ്റെ നിർവചനം മാറണം. ഈ മാനക്കേടെന്ന വാക്കേ ഇല്ല. ഇത് ഒരു ശാരീരിക ധർമ്മമാണ്. അത് ആ കുട്ടിക്ക് സംഭവിച്ചു, ഇത് അക്സെപ്റ്റ് ചെയ്യണം. കല്യാണം കഴിച്ചൊരു മൃഗത്തിന് കെട്ടിച്ചു കൊടുത്തിട്ട് ആ മൃഗം റേപ്പ് ചെയ്താൽ കുഴപ്പമില്ല. അവൾ ഇഷ്ടമുള്ള ഒരുത്തൻ്റെ കൂടെ പോയിട്ട് അവൾ സന്തോഷമായിട്ടിരുന്നിട്ട് ഒരു കുഞ്ഞിനെ കൺസീവ് ചെയ്ത് കല്യാണം കഴിച്ചില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് ആ കുഞ്ഞിനെ തന്തയില്ലാത്തവനെന്ന് വിളിക്കത്തില്ലേ നിങ്ങളെല്ലാവരും? മാരിറ്റൽ റേപ്പ് കുറ്റകരമല്ലാത്ത രാജ്യമാണ് ഇന്ത്യ. അതെന്തുകൊണ്ടാണ് ഇപ്പോഴും അത് അങ്ങനെ തുടങ്ങുന്നത്? മാരിറ്റൽ റേപ്പ് കുറ്റകരമാണ്. അത് കുറ്റകരമല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഒരു സ്ത്രീയുടെ ഇഷ്ടമില്ലാതെ അവരുടെ ശരീരത്തിൽ തുടരുത് ആരും. പക്ഷെ നിയമം പറയുന്നത് മാരിറ്റൽ റേപ്പ് അങ്ങനെയല്ല. അതിലൊത്തിരി കേസ് ലോസ് ഉണ്ട്. സ്ത്രീക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല. അതെങ്ങനെ പറ്റുന്നത്? പിന്നെ അത് ആരും പരാതിപ്പെടുകയില്ലെന്നേ. ഇനിയിപ്പോൾ അങ്ങേരെന്തോന്ന് ചെയ്താലും നമുക്ക് സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. ഇതല്ലേ പുരുഷന്മാരെ ചെയ്യുന്നതിനെ സ്ത്രീകൾ പറയുന്നത്. ഇപ്പം ദുബായിൽ ഒരു ഡോക്ടർ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ലേഡി ഡോക്ടറാണ്. ഷീ ഈസ് എ വെരി ഫേമസ് ഗൈനക്കോളജിസ്റ്റ്. തിങ് ഈസ് ഡൂയിങ് റേപ്പ്. ഒരു ദിവസം ഈസ് ഹാവിങ് സെക്സോ മാനിയ എന്നാണ് കേട്ടിടത്തോളം എനിക്ക് തോന്നിയത്. ആൻഡ് വാട്ട് ഹീ ഈസ് ഡൂയിങ് ഈസ് ഹീ വോണ്ട് സെക്സ് ഓൾവേസ്. ഓഫീസിൽ പോയാൽ 10 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഡോക്ടറെ അപ്പം വിളിക്കും, അവരവിടെ നിർത്തിക്കോളാം. പ്രസവം എടുത്താലും കൊള്ളാം, എന്തെടുത്താലും കൊള്ളാം, അപ്പം വീട്ടിൽ വന്നോണം. ഹി വോണ്ട്സ് ദിസ്. സോ ദിസ് ഇസ് ഹാപ്പനിങ് ആൻഡ് ഷീ സഫേർഡ് മച്ച്. ഒരുപാട് ഇൻഫെക്ഷനായി, ഒരുപാട് പ്രശ്നങ്ങളായി. അപ്പോൾ ഇതെന്താണ്? ഞാൻ പറഞ്ഞു, ഡോക്ടറെ നിങ്ങളിത് മതിയാക്ക്. വൈ ആർ യു സ്റ്റിക്കിംഗ് ഓൺ ടു ദിസ്? നിങ്ങൾക്ക് എന്തെങ്കിലും സ്നേഹമുണ്ടോ? ഇല്ല. പിന്നെ എന്തിനു വേണ്ടി? സമൂഹത്തെ പേടിച്ചിട്ട് എൻ്റെ അമ്മ അക്സെപ്റ്റ് ചെയ്യില്ല,
എൻ്റെ അച്ഛൻ അക്സെപ്റ്റ് ചെയ്യില്ല, എൻ്റെ ചേട്ടന്മാർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ദെൻ ഹൗ കുഡ് ഐ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു അഭിപ്രായമൊന്നുമില്ലേ? സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വത്താണ്. നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരമല്ല, അതിനകത്തുള്ള ജീവനാണ്, അല്ലെങ്കിൽ ആ എനർജിയാണ്. അതിന് ദോഷം വരുന്ന ഒരു കാര്യം, ശരീരം ക്ഷേത്രമാണ് അല്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം നാം എന്ന വ്യക്തിയെ അല്ലെങ്കിൽ നാം എന്ന എനർജിയെ സൂക്ഷിക്കുന്ന ക്ഷേത്രമാണ്. ഒരു ക്ഷേത്രത്തിലെ ഡയറ്റി അതാണ്. ആ ക്ഷേത്ര പരിസരം അല്ലെങ്കിൽ ആ ക്ഷേത്രം എവിടെ ആരും മലീമസമാക്കാനും അനുവദിക്കാൻ പാടില്ല. ഇത് കുട്ടികളെ പറഞ്ഞ് ഇതായിരിക്കണം കോൺസെപ്റ്റ് ഏതൊരാളിനും. അതെപ്പോഴും ശുദ്ധിയായും വൃത്തിയായും സന്തോഷമായും ഇരിക്കാൻ നമ്മൾ സ്വയം ചെയ്യുകയും കുട്ടികളെ പഠിപ്പിക്കുകയും വേണം അല്ലേ? കേരളത്തിലെ സ്ത്രീകൾ കേൾക്കേണ്ട വാചകങ്ങളാണ് അഡ്വക്കേറ്റ് കെ കുസുമം പറഞ്ഞത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ അവകാശി നിങ്ങൾ തന്നെയാണ്. അതോർത്താൽ നിങ്ങൾക്ക് നല്ലത്.